145 കോടിയോളം ഭാരത നിവാസികൾക്ക് 79ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഊഷ്മളമാകുന്ന വരവേൽപ്പ്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ 350 വർഷത്തോളം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും അടിമത്വത്തിലായിരുന്ന ഭാരത നിവാസികൾക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രവും സ്വതന്ത്രമായ ഒരു ജീവിതവും ലഭിച്ചതിൻ്റെ ആഘോഷമാണ് നാം ഇന്ന് ദില്ലിയിലെ റെഡ് ഫോർട്ടിൽ നമ്മുടെ ദേശീയ പതാക ഉയരപ്പറപ്പിച്ചുകൊണ്ട് ദേശമെല്ലാം ആ സന്തോഷം പങ്കിടുകയാണ്. ദേശനിവാസികൾ എല്ലാവരും എല്ലാ ദേശത്തും ആ ആഘോഷം പങ്കുവയ്ക്കുകയാണ്. മഹാത്മാഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും മൗലാന ആസാദും തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ദേശത്തിന് വേണ്ടി നേടിയെടുത്ത ആ സ്വാതന്ത്ര്യമാണ് നാം അനുഭവിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ 78ഓളം വർഷങ്ങൾ 14ഓളം പ്രധാനമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭകൾ, നെഹ്റുജി തുടങ്ങി മോദിജി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങൾ നമ്മെ ഭരിച്ചു. നമുക്ക് ഒരു ഭരണഘടനയുണ്ട്. നമ്മുടെ ദേശത്ത് സ്വതന്ത്രമായി എല്ലാ ജാതി മത വർഗ വ്യത്യാസം കൂടാതെ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശം നമുക്ക് ലഭിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. എന്നാൽ 1947 ഭാരതം സ്വതന്ത്രമാകുമ്പോൾ ഡോക്ടർ സർവേക്കറിൻ്റെ നേതൃത്വത്തിലുള്ള ആ വലിയ മതമൗലികവാദികൾ പാകിസ്ഥാനെ മറ്റൊരു ദേശമായി മാറ്റിയിട്ട് മതചിന്തകൾ രാജ്യത്ത് വളർത്തി. എന്നാൽ ഈ 78 വർഷങ്ങളും അതിന് വ്യത്യസ്തമായ ഭരണമാണ്. ജനം ഒന്നടങ്കം ഒന്നുപോലെയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നെങ്കിലും ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നാം പറയുമ്പോൾ നമ്മുടെ സവേർക്കർ ജിക്കും പഠിക്കുവാൻ വക്കീലാകണമെങ്കിൽ ബ്രിട്ടനിൽ പോയെങ്കിലേ മതിയാകുമായിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവരുടെ മക്കൾക്കും പ്രധാനപ്പെട്ടവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ ബ്രിട്ടനിലോ മിഷണറി സ്കൂളുകളിലോ പഠിച്ചിരിക്കണമെന്നുള്ളതും അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഈ നാളുകളിൽ മതവിദ്വേഷവും നമ്മുടെ രാജ്യത്ത് വളർന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ സ്വാതന്ത്ര്യം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഭരണഘടനകൾ ലംഘിക്കപ്പെടുന്നു, വോട്ടവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ 78 വർഷത്തെ ചരിത്രം നാം ഒന്ന് പിന്നോട്ട് നോക്കണം. ജീവൻ നൽകി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യവും ഇന്നും രാജ്യമൊട്ടാകെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇന്നു നമ്മുടെ ഭാരതം ലോകശക്തികളുടെ മുമ്പിൽ ഉന്നതമായി കുതിച്ചിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് ഒരു 4ാം ശക്തിയായി ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഭാരതം ഉന്നതിയിലേക്ക് കുതിക്കപ്പെട്ടു. ശാസ്ത്രരംഗത്ത്, വാനശാസ്ത്ര രംഗത്ത് ഒക്കെ ഭാരതം വളരെയധികം മുന്നോട്ട് കുതിക്കപ്പെട്ടിരിക്കുകയാണ്. ആതുര രംഗത്ത് ഭാരതം മുന്നോട്ട് കുതിക്കപ്പെട്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ സാമൂഹികമായ സ്ഥിതികൾ ലോകത്തിൻ്റെ മുമ്പിൽ വളരെയധികം വളർന്നിട്ടുണ്ടെങ്കിലും ആന്തരിക സ്ഥിതി നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ന് 2025 ഭാരതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്ത എല്ലാ ജാതിക്കാർക്കും, എല്ലാ ഇന്ത്യൻ സഹോദരി സഹോദരന്മാരാണ്. ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, സ്വത്ത് സമ്പാദിക്കുവാൻ, വിദ്യാഭ്യാസം ചെയ്യുവാൻ, കുടുംബം പുലർത്തുവാൻ, ദേശത്തിലെ നന്മകൾ അനുഭവിക്കുവാൻ, എല്ലാവർക്കും ആരാധിക്കുവാൻ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഒരേ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട നമ്മുടെ ഭരണഘടന ഇന്ന് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുന്നു. നമ്മളാരും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാലെ സമരത്തിന് പോകുന്നവരല്ല. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരത്തിൽ ഇരിക്കുന്നത് പലതും മറച്ചു വെച്ചിട്ടല്ലേ? ഭരണഘടനകൾ അത് പല നിലകളിൽ ദുരുപയോഗം ചെയ്തിട്ടല്ലേ? ഇന്ന് നമ്മുടെ കോടതി പോലും ജനത്തിൻ്റെ മുമ്പിൽ അവിശ്വസനീയമായി പല രംഗത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ
അവിശ്വസനീയമായി ഇന്ന് ജനത്തിന് മുമ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മന്ത്രിമാരും നേതൃത്വവും പറയുന്നത് ജനങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിലല്ലേ എന്ന് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ നമ്മുടെ 2 കന്യാസ്ത്രീമാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ചില ദേശങ്ങളിലേക്ക് കടന്നു വന്ന് വിദ്യാഭ്യാസം നൽകേണ്ടവരെ വിദ്യാഭ്യാസത്തിനായി, ജോലിയില്ലാത്തവരെ ജോലിക്കായി കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്ന സാമൂഹ്യ ഉന്നതിക്ക് വേണ്ടി ക്രിസ്തു പകർന്നു നൽകിയ ആ സ്നേഹം ജനതയിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ച സഹോദരിമാരല്ലേ ഛത്തീസ്ഗഡിൽ ജയിലറയിലേക്ക് പോയത്? കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന, വഴിയൊരികെ ആരോരുമില്ലാതെ അനാഥമായി കിടക്കുന്ന മൃതപ്രായരായവരെ സ്വന്തം ഭവനത്തിലേക്ക്, സ്വന്തം മഠത്തിലേക്ക് കൊണ്ടുപോയി അവരെ ശുശ്രൂഷിക്കുന്ന ക്രിസ്തീയ സ്നേഹം പ്രകടിപ്പിക്കുന്നവരല്ലേ ഇന്ന് ജയിലുകളിലായിരിക്കുന്നത്? ഉത്തരഭാരതത്തിൽ എത്രയോ സുവിശേഷ പ്രവർത്തകർ എന്നും ജയിലിൻ്റെ അകത്ത് ദൈവസ്നേഹത്താൽ അവർ അകപ്പെട്ടു പോയിട്ടില്ലേ? രാജസ്ഥാനിലും ഒറീസയിലും സുവിശേഷ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നില്ലേ? എന്തിനു വേണ്ടി? ഭാരതത്തിൻ്റെ എന്തെങ്കിലും അവർ മോഷ്ടിച്ചോ? ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അവരെന്തെങ്കിലും ചെയ്തോ? ആരെയെങ്കിലും മതം നിർബന്ധിച്ചു മാറ്റിയോ? ഭാരതത്തിൻ്റെ ഭരണഘടന വിഭാവന ചെയ്യുന്നത് ആർക്കും ഏതും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഒരാളുടെ വിശ്വാസം മറ്റാർക്കെങ്കിലും നിർബന്ധിച്ചു മാറ്റുവാൻ കഴിയുമോ? എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ദേശത്ത് ഇന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ അവർ ജയിലറകളിലേക്ക് മാറ്റപ്പെടുന്നു. വിദേശ മിഷണറിമാർ ഭാരതത്തിലേക്ക് വന്ന് നൽകിയത് അതല്ലേ? അവരുടെ ദേശത്തു നിന്ന് അവർക്കുള്ള സ്വത്തുക്കൾ അവർ സമ്പാദിച്ച് ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരത ജനതയ്ക്ക് വേണ്ടിയല്ലേ അവർ ജീവൻ നൽകിയത്? നിങ്ങളിൽ ചിലരെങ്കിലും ആൻഡമാൻസ് നിക്കോബാർ ദ്വീപ് സമൂഹം സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള റോസ് ഗാർഡനിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ 35-നും 40-45-നും ഇടയിൽ മരണപ്പെട്ട യൗവനക്കാരായ വിദേശ മിഷണറിമാരുടെ 150ഓളം ശവകുടീരങ്ങൾ ആ റോസ് ഐലൻഡിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്തിനു വേണ്ടി അവർ ഭാരതത്തിലേക്ക് വന്നു? ഭാരതത്തിൻ്റെ 1 രൂപ അവർ കൊണ്ടുപോകുവാനല്ല. അവർക്കുള്ളത് ഭാരതത്തിൻ്റെ തെരുവുകളിൽ ആരോരുമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, ആതുരാലയത്തിലേക്ക് കൊണ്ടുപോകാൻ പണമില്ലാതെ, ചികിത്സയില്ലാതെ ആ ഏറ്റവും അധപ്പതിച്ചു കിടന്ന സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അവർ ജീവൻ നൽകി. അവർ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ലയിച്ചു ചേർന്നു. വില്യം കേറി സരാംപൂരിൽ വന്ന് ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ഭാരതത്തിന് ഇന്ന് നാം സംസാരിക്കുന്ന ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കിയത് വിദേശ മിഷണറിമാരല്ലേ? നാം ഇന്ന് സംസാരിക്കുന്ന ഡിക്ഷണറികളിൽ പലതും ഉണ്ടാക്കിയത് വിദേശ മിഷണറിമാരല്ലേ? മദർ തെരേസ പിൽക്കാലത്ത് നമ്മുടെ തെരുവുകൾക്ക് വേണ്ടി ചെയ്തത് എന്താണ്? 1999 ജനുവരി മാസം 22-ാം തീയതി ഒറീസയിലെ ബാരിപ്പടയിൽ ജീവൻ ബലിയർപ്പിച്ച ഗ്രഹാം സ്റ്റെയിൻസും 2 കുഞ്ഞുങ്ങൾക്കും സംഭവിച്ചത് എന്താണ്? തെരുവിൽ അളിഞ്ഞുകിടന്ന് എല്ലാവരും മാറിപ്പോകുക എന്ന് പറഞ്ഞ കുഷ്ഠരോഗികളുടെ നടുവിലേക്ക് കടന്നു ചെന്ന് അവരുടെ മുറിവുകൾ കഴുകുകയും അവർക്ക് ആഹാരം നൽകുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തതിന് പ്രതിഫലമല്ലേ നാം കൊടുത്തത്? ഇതാണോ നമ്മുടെ രാജ്യം വിഭാവന ചെയ്യുന്ന തുല്യമായ അവകാശം? എൻ്റെ പ്രിയരെ, നമുക്ക് എന്ത് വിശ്വസിക്കുവാനും എന്ത് ചെയ്യുവാനും ന്യായമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ പോലീസാണോ നമ്മെ പല സ്ഥലത്തും ഭരിക്കുന്നത്? പോലീസുകാരുടെ കൺമുമ്പിൽ വെച്ച് മതഭ്രാന്തരല്ലേ ദൈവസ്നേഹത്താൽ കടന്നു വരുന്നവരെ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസും അധികാരികളും നോക്കുകുത്തികളായി പോകുമ്പോൾ നമ്മുടെ ഭരണഘടന എവിടെ? നമ്മുടെ മുഖ്യമന്ത്രിമാർ എവിടെ? നമ്മുടെ പ്രധാനമന്ത്രിമാർ എവിടെ? നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ഭരണഘടനയോട് ഉത്തരവാദിത്വം പുലർത്താതെ ഇരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, ക്രൈസ്തവരായിക്കൊള്ളട്ടെ, ഇസ്ലാമികളായിക്കൊള്ളട്ടെ, സിഖുകാരായിക്കൊള്ളട്ടെ, ബുദ്ധമതത്തിലുള്ളവരായിക്കൊള്ളട്ടെ, ജൈനന്മാരായിക്കൊള്ളട്ടെ, എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസം പങ്കുവയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും മറ്റൊരു മതത്തിലേക്ക് പോകുമോ? ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെ? ജീവിതത്തിന് മാറ്റം വന്നാൽ, ജീവിതത്തിന് ഉയർച്ച വന്നാൽ, ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ദൈവത്തിൻ്റെ ഇടപാടുകൾ വരുമ്പോൾ ദൈവത്തിങ്കലേക്ക്, ദൈവസ്നേഹത്തിങ്കലേക്ക് ആകർഷിക്കപ്പെടുകയാണ്, വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അന്ധകാരത്തിൽ ഇരുന്നവർക്ക് ജീവൻ്റെ സന്ദേശം കൊടുക്കുന്നതാണ് ബൈബിൾ സന്ദേശം എന്ന് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ലോകത്തിന് പകർന്നു തന്ന ഒരു മാർഗമാണ് നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ആ ശത്രുക്കളെ, അയൽക്കാരെ, ആശ്രയമറ്റവരെ സ്നേഹിച്ച ഒരു വയോവൃദ്ധനാണ് അടുത്തിടയ്ക്ക് നാം കണ്ടു. ഗുജറാത്തിൻ്റെ ജയിലറകളിലേക്ക് നയിക്കപ്പെടുകയും ഒടുവിൽ രോഗാലംബനായി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ ഒരു സ്ട്രോ ആവശ്യപ്പെട്ടിട്ട് അതുപോലും നിഷേധിച്ച് ആ ജയിലറകളിൽ മരണത്തിന് വിധേയമായ സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് നമുക്കറിയാം. ഒരു കരുണയുമില്ലാതെ ദൈവസ്നേഹം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അതിനുവേണ്ടി ജീവിതം ഹോമിക്കപ്പെടുന്ന ആളുകളെ നാം ഇവിടെ കാണുകയാണ്. യേശുക്രിസ്തു തൻ്റെ ജീവൻ ലോകത്തിന് നൽകിയത് തന്നെ ക്രൂശിക്കണമെന്ന് ആർത്തു വിളിച്ച പാപികളായ ശത്രുക്കളായ ലോകജനത്തിനു വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വന്ന അപ്പോസ്തലന്മാരും തങ്ങളുടെ ജീവിതം ലോകത്തിനു വേണ്ടി ഹോമിക്കപ്പെടുകയായിരുന്നു. യേശുക്രിസ്തു തൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അവന് ലോകത്തിലെ സമ്പാദ്യങ്ങളല്ല, ലോകത്തിൻ്റെ നേട്ടങ്ങളല്ല, തനിക്കുള്ളത് സമർപ്പിച്ചുകൊണ്ട് ഈ സന്ദേശം, ശത്രുവിനെ സ്നേഹിക്കുക, ആരോരുമില്ലാത്തവരെ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ നാം കാണുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ യഥാർത്ഥ പ്രാർത്ഥനയും ഉപവാസവും എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. നിരാലംബരെ സഹായിക്കുക, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വഴിയരികെ ആശ്രയമറ്റവരെ, ആരോരുമില്ലാത്തവരെ, ബദ്ധന്മാരെ വെടിവിക്കുക, സഹായിക്കുക. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയും ഉപവാസവും. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി, രക്ഷണ്യ പ്രവൃത്തി ലോകത്തിൻ്റെ മുമ്പിലേക്ക് നല്ല പ്രവൃത്തിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് പ്രേക്ഷിത പ്രവർത്തനം അഥവാ സുവിശേഷം. സുവിശേഷ പ്രവർത്തകരാരും മറ്റ് ലോകത്തിലുള്ള മറ്റൊരു ഇതര മതസ്ഥരുടെ നിന്ന്, മറ്റൊരു വ്യക്തിയുടെ നിന്ന് ഒരു പൈസ പോലും വാങ്ങാറില്ല. നിങ്ങൾ പറയുന്നു ചിലരെയൊക്കെ മതം മാറ്റുന്നു എന്ന്. എൻ്റെ പ്രിയ സ്നേഹിതരെ, സുവിശേഷം പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുമ്പോൾ വഴിയരികെ ആശ്രയമറ്റവർ, സ്വന്തം സമൂഹത്തിലുള്ളവർ, സ്വന്തം കുടുംബക്കാർ, സ്വന്തം ജാതിയിലുള്ളവർ തള്ളിക്കളഞ്ഞ, ക്ഷേത്രത്തിൽ കയറുവാൻ കഴിയാതെ, വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിയാതെ, ഏറ്റവും അടുത്ത ഗ്രാമത്തിൽ ഒരുമിച്ച് പോയിരിക്കുവാൻ കഴിയാതെ പുറന്തള്ളപ്പെട്ട ആ ജാതീയ സമൂഹം നമ്മുടെ നാട്ടിൽ ഇന്നുമില്ലേ? നാം ഹൈന്ദവരെന്ന് പറയുമ്പോൾ ഭാരതത്തിലെ 80% ഹൈന്ദവരും 15% ഇസ്ലാമിക വിശ്വാസികളും ബാക്കി 5% മാത്രമാണ് ക്രിസ്ത്യാനികളും സിഖുകാരും മറ്റ് ബുദ്ധ ജൈന വിശ്വാസികളൊക്കെ ഉൾക്കൊള്ളുന്നത് 5% മാത്രമേ ഉള്ളൂ. ഈ 80% മെജോറിറ്റി എന്ന് നാം പറയുമ്പോൾ ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിന്ദുസ്ഥാനിൽ വസിക്കുന്ന നാം എല്ലാം, ഭാരതീയരെല്ലാം ഹിന്ദുവാണ്. അത് നമ്മുടെ ദേശം കൊണ്ട് നാം ഹിന്ദുസ്ഥാനികളാണ്. എന്നാൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ മണ്ഡൽ കമ്മീഷനും അതിനുശേഷം 2021 നടന്ന സർവേയും ജനസംഖ്യ സർവേയും ഒക്കെ എടുത്തു നോക്കുമ്പോൾ 44% ഇവിടെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്, OBC ആണ് 44%. അടുത്തതായി നാം വരുമ്പോൾ 25% ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിനുശേഷം 10% ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. നാം ഈ കാര്യം ചിന്തിക്കുമ്പോൾ 44, 25, 10% ഒന്നിച്ചു കൂടുമ്പോൾ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ലംഘിക്കപ്പെട്ട, നാം വച്ചിരിക്കുന്ന നിയമവ്യവസ്ഥകൾ അടച്ചു വച്ചിരിക്കുന്ന ആ രേഖയ്ക്ക് താഴെയല്ലേ?
ഇവരെ കൂട്ടിക്കൊണ്ടല്ലേ നാം പറയുന്നത് 80% എന്നുള്ളത്. ഈ 80% ആളുകൾക്ക് ദേവാലയത്തിലേക്ക്, ആരാധനാലയത്തിലേക്ക് പ്രവേശനമുണ്ടോ? ഈ 80% ആളുകളിൽ ഉന്നത കുലത്തിലുള്ള ഒരാളുടെ ആ വീടിനരികിലേക്ക് ഈ താണകുലത്തിലുള്ള ഒരാൾക്ക് കടന്നു പോകുവാൻ കഴിയുമോ? ബസ്റ്റുകൾ ചാലുകളിലേക്ക് കടന്നു വരുമ്പോൾ ആ ജാതിക്ക് ഒരു ചാലും, ഈ ജാതിക്ക് മറ്റൊരു ചാലും, അവിടെയുള്ളവൻ ഇവിടെ നിന്ന് വെള്ളം കോരുവാൻ കഴിയില്ല. ഇതല്ലേ നാം ഹിന്ദു ധർമ്മമെന്ന് പറയുന്ന ഈ ആചാരത്തിലൂടെ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം 10% മാത്രമുള്ള, അതിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ കൂട്ടം തങ്ങളുടെ ചാതുർവർണ്ണ്യത്തിൻ്റെ ബ്രാഹ്മണ്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾക്കുള്ള വില ഞങ്ങളെല്ലാവരും കൽപ്പിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾഡായിട്ടുള്ളവർക്കും അതർ ബാക്ക്വേർഡ് കാസ്റ്റിനും എല്ലാവർക്കും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രീയ ഇലക്ഷന് വേണ്ടി ഹിന്ദു എന്ന് സിന്ധാവ വിളിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ജ്യോതി ശർമ്മയുടെ പുറകെ ക്രിസ്തീയ പ്രവർത്തകർക്കെതിരെ ഗുണ്ടായിസം കാണിക്കുവാനായിട്ട് പോകുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ആരെയും മുൻനിരയിൽ ആരും ചേർക്കുന്നവരല്ല. ഇന്ന് സിന്ധാബ വിളിക്കുകയും നാളെ നിങ്ങൾ അവഗണിക്കപ്പെടുകയും നമ്മുടെ ഭാരതത്തിൽ ചെയ്യും. അതുകൊണ്ട് ഭരണഘടന വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ഭാരതത്തിലുള്ള ഓരോ ജനതയും പരിശ്രമിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹവും അതുതന്നെയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ദേശമില്ല. യേശു ക്രിസ്തു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടെ അതർ ബാക്ക്വേർഡ് ഇല്ല, അവിടെ ഷെഡ്യൂൾഡ് ഇല്ല, അവിടെ വർണ്ണമില്ല, വർഗമില്ല, ദേശമില്ല, ഭാഷയില്ല. ഓരോ പിതാവിൻ്റെ മക്കളാണ് ഈ ലോകത്തിലുള്ള സകല സൃഷ്ടിയുമെങ്കിൽ അവരെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്നാണ്. അതാണ് ദൈവം യേശു ക്രിസ്തു അവരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, പുത്രൻ ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം തരുന്നു. ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം തരുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് നാം ദൈവവചനത്തിൽ, വേദപുസ്തകത്തിൽ പറയുകയാണ്. ഇതാണ് വിടുതലിൻ്റെ സന്ദേശം. യെശയ്യാ പ്രവചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് എഴുതി വച്ചിട്ടുണ്ട്, കുരുടന്മാർക്ക് പ്രകാശം നൽകുന്ന, ബദ്ധന്മാർക്ക് വിടുതൽ നൽകുന്ന സന്ദേശമാണ്, പാപികളെ മോചിപ്പിക്കുന്ന സന്ദേശമാണ് സുവിശേഷം എന്നുള്ളത്. അതാണ് സ്വാതന്ത്ര്യം. എവിടെ നിന്നുള്ള സ്വാതന്ത്ര്യം? യഥാർത്ഥ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. യഥാർത്ഥ നമ്മുടെ ശത്രു ആരാണ്? നമ്മെ ഭരിക്കുന്നവർ അല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. യഥാർത്ഥം നമ്മുടെ ശത്രു ദൈവത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന്, നല്ലവരായി ജീവിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ശത്രുവാണ്. സിഗരറ്റ് വലിയിലേക്ക്, ലഹരിയിലേക്ക്, മദ്യപാനത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, അടിപിടിയിലേക്ക്, ജീവിതം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന, മറ്റുള്ളവർക്ക് നേരെ കൊലപാതകങ്ങളും അടിപിടിയും ആക്രോശിക്കുന്ന, ചീത്ത വിളിക്കുന്ന വർഗീയ വെറികളിലേക്കും പാപത്തിലേക്കും നമ്മെ നയിക്കുന്ന സ്വഭാവമാണ് പാപം എന്ന് പറയുന്നത്. ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ലോകത്തിലെ ഒരാൾക്കും നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും പാപത്തിൻ്റെ ശിക്ഷയായ ആ മരണം താൻ ഏറ്റെടുത്ത് പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി, മരണത്തിൽ നിന്ന് നിത്യജീവൻ നമുക്ക് നൽകി. യേശു ക്രിസ്തുവാണ് ലോകത്തിന് സ്വാതന്ത്ര്യം നൽകിയത്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രിയമുള്ളവരിലേക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ, പാപത്തിൻ്റെ പരിഹാരം ലഭിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതാണ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്. അതാണ് നമ്മെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നത്. അതാണ് നമ്മെ സമാധാനപൂർവ്വം നമ്മുടെ കുടുംബം ഉയരത്തിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ ഉന്നതത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്നത്.
നാം ആയിരിക്കുന്ന യഥാർത്ഥ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ മാർഗം യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ മറ്റൊരു സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗമുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ലോകത്തോടെ മറ്റുള്ളവർ പറയുന്നില്ല? ഞങ്ങൾ വീണ്ടും പറയുന്നത്, ഒരു സത്യമാർഗം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യനെ രക്ഷിക്കുന്ന, മനുഷ്യന് ഒന്നിച്ചു പോകുന്ന, സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന, പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ജയം നേടുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോകത്തോട് അത് പറഞ്ഞുകൂടാ? നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത് പലതായിരിക്കാം. എന്നാൽ അത് ശരിയെങ്കിൽ, നിങ്ങൾ വാസ്തവമായി വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നില്ല? നാം ഈ പറയുന്ന ധർമ്മങ്ങൾ പലതുണ്ടല്ലോ, മതങ്ങൾ പലതുണ്ടെങ്കിലും അത് ശരിയെങ്കിൽ സുവിശേഷം അറിയിക്കുന്നത് പോലെ മറ്റുള്ളവരിലേക്ക് അത് അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒരു ധർമ്മത്തിനുള്ളിൽ, ഒരു മതത്തിനുള്ളിൽ എന്തിനുണ്ട് 1000 സംഘടനകൾ? എന്തുകൊണ്ട് ജാതി അകറ്റുന്നു? കറുത്തവനും വെളുത്തവനും, താണവനും ഉയർന്നവനും ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ കാലുകുത്തുവാൻ കഴിയാത്ത അവസ്ഥ, ഒരുമിച്ച് അന്യജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ അവരെ അടിച്ചു കൊല്ലുകയും തല്ലിക്കൊല്ലുകയും കെട്ടിത്തൂക്കുകയും ചെയ്യുന്ന ഉത്തരേന്ത്യൻ സംസ്കാരമല്ലേ എന്ന് പലയിടത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നില്ല? എന്തുകൊണ്ട് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന മതവിഭാഗത്തിൽ ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവർ വന്ന് അവരെ സഹായിക്കുന്നത്? അങ്ങനെയുള്ളവരെ നമുക്ക് വിദ്യാഭ്യാസം കൊടുത്ത് സഹായിക്കുവാനും ഉയർത്തുവാനും കഴിയാത്തത് കൊണ്ടല്ലേ മറ്റുള്ള സഹായം അവർ തേടുന്നത്? അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ കുഞ്ഞിനെ വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന് കഴിയാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവർ പറയുന്ന സത്യത്തിലേക്ക് ആനയിക്കപ്പെടുന്നത്? എൻ്റെ പ്രിയരെ, ഒരാൾ രക്ഷപ്പെടുന്നതിന് എന്തിന് നമ്മുടെ മതം എതിരായി നിൽക്കുന്നു? എന്തിന് നമ്മുടെ രാഷ്ട്രം എതിരായി നിൽക്കുന്നു? നേതാക്കന്മാർ എതിരായി നിൽക്കുന്നു? രക്ഷപ്പെടട്ടെ. അല്ല, താങ്കൾക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യട്ടെ. താങ്കൾ പറയുന്നു മതം മാറുന്നു എന്നുള്ളത്. മതം എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ മനുഷ്യ സങ്കല്പങ്ങളാണ്. എന്നാൽ വിശ്വാസമാണ് ഒരു ദൈവം. ആ ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ വിശ്വാസമാണ് മനുഷ്യന് ജീവൻ നൽകുന്നതും മനുഷ്യനെ പാപത്തിൻ്റെ ശിക്ഷയിലേക്ക് നയിക്കപ്പെടുന്നതും. സത്യമായ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, സത്യമായ ഒരു ദൈവത്തെ താങ്കൾ തിരിച്ചറിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർ അനുഭവിക്കുവാൻ, മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ പ്രിയരെ താങ്കളുടെയും ഉത്തരവാദിത്വമായി താങ്കൾ ഏറ്റെടുക്കണം. അത് ശരിയല്ലെങ്കിൽ ശരിയേത് എന്ന് തിരിച്ചറിയുവാൻ ഉള്ള ബുദ്ധിയും ആലോചനയും സമചിത്തതയും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭാരതം സ്വതന്ത്രമാകുകയാണ്. ഭാരതം 79ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. ഇനിയും നാം അടിമത്തത്തിലായിക്കൂടാ. ഇനിയും നാം തന്നെ മറ്റുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ അടിമയാക്കിക്കൂടാ. ഒരാളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? ഒരാളുടെ വീട്ടിൽ ആരാധിക്കുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ കൂടി പ്രാർത്ഥന നടത്തുന്നതിന് സ്വാതന്ത്ര്യമില്ലേ? എവിടെയും സ്വാതന്ത്ര്യമുണ്ട്. നിയമങ്ങൾ ലംഘിക്കാതെ ആർക്കും ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന് രൂപാന്തരം വരട്ടെ, മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. എന്തുകൊണ്ട് നമ്മുടെ രാജ്യം അതിനെതിരായി ഒരുപറ്റം ആളുകളെ അതിന് മുമ്പിൽ നിർത്തുന്നു? ഇത് സ്വാതന്ത്ര്യമല്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ്. നമുക്ക് ഇലക്ഷനിൽ കൂടെ രാജ്യത്ത് അധികാരത്തിലെത്താം, പല പ്രാവശ്യം എത്തിയേക്കാം. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവവചനമാകുന്ന ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അധികാരസ്ഥന്മാരെ രാജസ്ഥാനത്ത് നിയമിക്കുന്നവനും അവരെ മാറ്റുന്നവനും അത്യുന്നതനായ ഒരു ദൈവമാണ്. അതുകൊണ്ട് ഏത് രാജ്യത്തും ഏത് ദേശത്തും അധികാരികളെ, പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെ, ഗവർണർമാരെ, അധികാരസ്ഥന്മാരെ ആ സ്ഥാനത്തേക്ക് നയിക്കുന്നത് നമ്മൾ മനസ്സിലാകുന്നില്ലെങ്കിലും
ഒരു അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭാരതത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഒരിക്കലും ഭരണകൂടത്തിന് എതിരായി നിൽക്കുന്നവരല്ല. സ്വാതന്ത്ര്യം അനുഭവിച്ചവർ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ഭരണകൂടത്തിലുള്ള പ്രധാനമന്ത്രിക്കും മറ്റ് അധികാരികൾക്കും നല്ല ബുദ്ധിയോടെ രാജ്യത്തെ ഭരിക്കാൻ അവിടുന്ന് കരുണ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകട്ടെ. തിരുവചനത്തിൽ ബൈബിളിൽ ദാനിയേൽ പ്രവചനം എന്ന് പറയുന്ന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബേൽ സംസ്ഥാനത്തിൽ ബാബിലോണിൽ നടന്ന കാര്യമാണ്. ഇത് കഥയല്ല കേട്ടോ. ബാബിലോണിൽ നടന്ന നെബുക്കദ്നേസർ രണ്ടാമൻ എന്ന് പറയുന്ന മഹാരാജാവ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി ലോകത്തെ കീഴ്പ്പെടുത്തി ഭരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയതെല്ലാം തൻ്റെ ധനമഹാത്മ്യത്താലാണ് എന്ന് താൻ വിശ്വസിച്ചുകൊണ്ട് താൻ നിഗളിച്ചു. ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് മഹതിയാം ബാബിലോൺ എൻ്റെ ധനമഹാത്മ്യത്താൽ ഞാൻ ഉണ്ടാക്കിയ ഐശ്വര്യമല്ലേ എന്ന് പറഞ്ഞ് താൻ നിഗളിച്ചപ്പോൾ നാം അവിടെ വായിക്കുന്നത്, അത്യുന്നതൻ്റെ കൈ അവൻ്റെ മേൽ വന്നു, അവൻ്റെ ബുദ്ധി പോയി അവനെ കാട്ടിലേക്ക് മൃഗങ്ങളോടുകൂടെ പുല്ല് തിന്നുവാൻ 7 വർഷം കാട്ടിലേക്ക് അയക്കുകയാണ്. അവൻ്റെ രോമം മഞ്ഞുകൊണ്ട് നനഞ്ഞ് കഴുകൻ്റെ രോമം പോലെയായി, മൃഗങ്ങളെപ്പോലെ അവനായി കാട്ടിൽ ജീവിച്ചു. അവൻ്റെ ബുദ്ധി പോയി. നിഗളത്തിൻ്റെ അനന്തരഫലം എവിടെയായി? 7 വർഷത്തിൻ്റെ ഒടുവിൽ അവന് ബുദ്ധി തിരികെ വന്നിട്ട് അവൻ ഉയരത്തിലേക്ക് നോക്കി. അത്യുന്നതനായവൻ സകലത്തിൻ്റെയും മീതെ വാഴുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നെബൂഖദ്നേസറിനെ രാജസ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവന്നാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നുള്ള ഭരണകൂടങ്ങളിൽ ആരെങ്കിലും എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തു, എൻ്റെ ഭൂരിപക്ഷം കൊണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നാം എതിർത്തു നിൽക്കുന്നത് മനുഷ്യരോടല്ല, ആ സ്ഥാനത്ത് നമ്മെ ആക്കിയ അത്യുന്നതനായ ദൈവത്തോടാണ് എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങിയിരിപ്പീൻ. രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള ആ ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കും ഭാരത നിവാസികളായ 145 കോടി ജനതയ്ക്കും ഒരുപോലെ ഉണ്ട്. ഈ 79ാമത് സ്വാതന്ത്ര്യത്തിൽ ആ ഭരണകൂടം അനുശാസിക്കുന്ന ആ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ നൽകി നമുക്ക് നൽകിയ ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തര അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ദേശത്ത് ഈ പുതിയ വർഷം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആ ഇടയാകുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ സന്ദേശം. അതാണ് യഥാർത്ഥമായിട്ടുള്ള രൂപാന്തരം നൽകുന്നത്. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക്, സഹോദരനെ സ്നേഹിക്കുന്ന, ശത്രുവിനെ സ്നേഹിക്കുന്ന, ഏകം ഒന്ന് എന്ന് എല്ലാവരെയും കാണുന്ന ആ സ്നേഹവും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് ക്രിസ്തു വിഭാവനം ചെയ്ത ആ സ്വാതന്ത്ര്യം ഈ വർഷം നമുക്ക് അനുഭവിക്കുവാൻ അത്യുന്നതനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ വീണ്ടും എല്ലാവർക്കും ഊഷ്മളമാകുന്ന ജയ് ഹിന്ദ് എന്ന് ഞങ്ങൾ ഉച്ചത്തിൽ പറയുന്നു.